ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ടൈം ലൈഫായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂളുള്ള ദിവസമാണ് കേട്ടോ. നമ്മുടെ വാവസിന് സ്കൂളെല്ലാം തുറന്ന് 1 വീക്കെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ രാവിലെ വാവസിന് ഇന്ന് പരിപ്പ് കറിയും ചോറും മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളിതാ ചോറൊക്കെ വെക്കാൻ വേണ്ടി പോകണ്ട. വെള്ളമെല്ലാം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അരിയൊക്കെ എടുത്തു കേട്ടോ. രാവിലത്തേക്ക് മാത്രം അളവിനാ ചോറ് വെക്കുന്നത്, പിന്നെ ഉച്ചക്കലത്തേക്ക് സെപ്പറേറ്റ് ആയിട്ട് വെക്കാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ നമ്മൾ അരിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ഒന്നും കഴുകിയിട്ടില്ല കേട്ടോ. നൈറ്റ് ഫുഡ് കഴിച്ച പാത്രമാണ് കേട്ടോ. ഉറങ്ങി എണീക്കാൻ ലേറ്റായി പോയി. അപ്പോൾ ഇന്നലത്തെ ചോറ് കുറച്ചുണ്ട്, അത് വെള്ളമൊക്കെ ഒഴിച്ച് വയ്ക്കണം. പാത്രം ഒന്നും കഴുകിയിട്ടില്ല കേട്ടോ. എണീക്കാൻ ലേറ്റായി. അപ്പോൾ ആദ്യം ചോറ് വെക്കാമെന്ന് വെച്ചു. അരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് വെന്തുകൊണ്ട് കിടക്കുമല്ലോ. എന്നിട്ട് പിന്നെ ബാക്കി പണിയൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ട് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു കേട്ടോ. അമ്മയും ഞാൻ ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞു. പിന്നെ വാവൂസ് രാവിലെ ചായ ഒന്നും കുടിക്കത്തില്ല. അവൾക്ക് പിന്നെ ഈവനിങ് ചായ വേണം, ഈവനിങ് സ്നാക്സോ ചായയൊക്കെ വേണം കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞു. 2 തവണ പച്ചവെള്ളത്തിൽ കഴുകിട്ടോ. പിന്നെ അതുപോലെ തന്നെ 2 തവണ ചൂടുവെള്ളത്തിലും കഴുകാറുണ്ട് കേട്ടോ. റേഷൻ കടയിലത്തെ അരിയാണ്. ഇവിടെ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം റേഷൻ കടയിലത്തെ അരിയാണ് കേട്ടോ. അതാണ് കേട്ടോ നമ്മുടെ വിറകൊക്കെ വെക്കുന്ന പ്ലേസ്. അങ്ങനെ കശപിശമൊന്നും കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പച്ചവെള്ളത്തിലും ചൂടുവെള്ളത്തിലെല്ലാം കഴുകിയിട്ട് അരിയൊക്കെ ഇങ്ങനെ സെറ്റാക്കി ഇട്ടിട്ടോ. വേഗം അരി കഴിഞ്ഞാൽ എന്നാലും അരമണിക്കൂറൊക്കെ വേഗണം കേട്ടോ. വാവൂസിന് ഈ റേഷൻ കടയിലത്തെ അരിയിൽ ഉണ്ടാക്കിയ ചോറും അതുപോലെ തന്നെ പരിപ്പ് കറിയും, പരിപ്പ് എന്ന് വെച്ചാൽ തേങ്ങയൊന്നും ചേർക്കാതെ പരിപ്പ് മാത്രം കടയത്തില്ല, അതും കൂട്ടി ഒത്തിരി ഇഷ്ടമാണ് കഴിക്കാൻ. ആൾക്ക് ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. എനിക്കിഷ്ടമാണ്, അച്ഛന് അത്ര ഇഷ്ടമല്ല. ബാക്കി എല്ലാവർക്കും പരിപ്പ് കറി ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് സാമ്പാറിനേക്കാളും തനിച്ച് പരിപ്പിട്ട് കറി വയ്ക്കുന്നത് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞു. നമ്മുടെ തീയാണെങ്കിൽ കത്തുന്നില്ല. രാവിലെ തന്നെ നമുക്ക് പണി തരുവാണേ. അപ്പോൾ നമ്മൾ ആ കുഴലൊക്കെ എടുത്ത് ഇങ്ങ് ഊതി കൊടുക്കുവാണേ തീ കത്താൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല വിറകാണ് കേട്ടോ, അതുകൊണ്ട് പെട്ടെന്ന് കത്തും. അതിന് മുന്നേ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് ഇട്ടു കേട്ടോ. വാഷ് ചെയ്യുന്നതും വിരിച്ചിടുന്ന വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ എടുത്തു തരാനില്ല, വാവസങ്ങ റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പം പിന്നെ ഞാൻ ഡ്രസ്സെല്ലാം അയിൽ ഇട്ട് കേട്ടോ. മഴയൊന്നും ഇല്ലായിരുന്നു, മഴയില്ലാത്ത ദിവസമാണ് കേട്ടോ. കണ്ടെല്ലാം അങ്ങനെ ഉണങ്ങി വെടിച്ച് കിടക്കുവാണേ. അപ്പം അങ്ങനെ കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു, അതെല്ലാം അങ്ങ് അലക്കിയിട്ട് നമ്മൾ വാവസ് അവിടെ അങ്ങ് ഇരിക്കുക. റെഡി ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ഇരിക്കുക കേട്ടോ. കുളിച്ചിട്ടൊന്നുമില്ല, കുളിക്കാൻ പോകുന്നതേ ഉള്ളൂ, സമയം ആവുന്നേ ഉള്ളൂ. ഇപ്പോൾ എണീറ്റ് വന്നിങ്ങനെ ഇരിക്കുക. ഞാൻ പരിപ്പൊക്കെ അങ്ങ് വേവിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതോടെ പരിപ്പ് കുറച്ചേ ഉള്ളൂ, എന്നാലും അളന്നിട്ട് എടുക്കാമെന്ന് വെച്ചു. ഞാൻ എത്രയുണ്ടെങ്കിലും അത് അങ്ങനെ ഇടത്തില്ല, കുറച്ച് അളന്നിട്ടൊക്കെ ഇടത്തുള്ളൂ. എന്ത് സാധനമാണെങ്കിലും പോലും കുറച്ചാണെങ്കിൽ പോലും അത് ഞാൻ ആ മൂടിയിലൊക്കെ ഇങ്ങനെ അതെനിക്ക് അങ്ങനെയാണ് ഇഷ്ടമുണ്ട്. അങ്ങനെ ഒന്നായിട്ട് ഇടുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടത്തുള്ളൂ. അപ്പോൾ പരിപ്പ് കഴിഞ്ഞു. ഇനി അച്ഛനോട് ഈവനിങ് വരുമ്പോൾ മേടിച്ചുകൊണ്ട് വരാൻ പറയണം. കുക്കറിൽ പരിപ്പൊക്കെ ഇട്ടത് കേട്ടോ. നമ്മുടെ കുക്കർ ഇങ്ങനെ കരയാൻ തുടങ്ങി. 4-5 പരിപ്പ് കറി വയ്ക്കുകയാണെങ്കിൽ 5 വിസിലൊക്കെ എടുക്കും കേട്ടോ. എന്നാലും പരിപ്പ് നല്ലോണം വെന്ത് തുടങ്ങിയത്തുള്ളൂ. അപ്പോൾ അതുപോലെ നമ്മുടെ ചോറ് റെഡി ആയിട്ടോ. ഉച്ചക്കിലേക്ക് മാത്രം അളവായിട്ടാണ് ചോറ് വയ്ക്കുന്നത്. രാവിലത്തേക്ക് മാത്രം വയ്ക്കുന്നത്, ഉച്ചയ്ക്ക് സെപ്പറേറ്റായി വയ്ക്കുക. അങ്ങനെ ചോറെല്ലാം വാർത്ത് കഴിഞ്ഞു. അമ്മയ്ക്ക് കൈകാലൊക്കെ കഴുകാനും യൂറിനൊക്കെ പോയി കഴുകാനൊക്കെ ഞാൻ ചൂടുവെള്ളം വെച്ചോട്ടോ. അമ്മയ്ക്ക് ചൂടുവെള്ളം ഇല്ലാതെ പറ്റത്തില്ല, പച്ചവെള്ളം അമ്മയ്ക്ക് തൊടാൻ പോലും പറ്റത്തില്ല. നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെ. അമ്മയ്ക്ക് വാദത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഡോക്ടർ പച്ചവെള്ളം യൂസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് പറ്റത്തുമില്ല. പച്ചവെള്ളം തട്ടിയാൽ തന്നെ അമ്മയ്ക്ക് തരിപ്പ് അങ്ങ് ആകെ ശരീരം ആകെപ്പാടെ തരിപ്പ് കയറുന്നൊരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയ ഉള്ളിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ സവോള, അതുപോലെ തന്നെ പഴുത്ത പച്ചമുളകെല്ലാം പഴുത്തതായിരുന്നു. അപ്പോൾ അതെല്ലാം മുറിച്ച്, അതുപോലെ തന്നെ 2 കുഞ്ഞ് തക്കാളി എടുത്തു, അതും അങ്ങ് മുറിച്ച് വെച്ചിട്ടോ. പിന്നെ നമുക്ക് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ വെച്ച് കൊടുത്തു. വെളിച്ചെണ്ണയ്ക്ക് എന്തുമാത്രം വിലയാണ് എൻ്റെ പൊന്നേ. ഓയിലൊന്നും മേടിക്കുന്നില്ല കേട്ടോ, വെളിച്ചെണ്ണയാണ് മേടിക്കുന്നത്. ഈ വെളിച്ചെണ്ണ തന്നെയാണ് വേറൊരു ബോട്ടിലാക്കിയിട്ട് തലയും മുടിയിലൊക്കെ തേക്കാനും യൂസ് ചെയ്യുന്നത് കേട്ടോ. സെപ്പറേറ്റായി മേടിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഇത് തന്നെ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പരിപ്പെല്ലാം നല്ലോണം തൈര് കുടം പോലെ വെന്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എണ്ണയെല്ലാം ചൂടായി വന്ന് കടുകൊക്കെ പൊട്ടിക്കാൻ വേണ്ടി റെഡി ആക്കിട്ടോ. കടുക് ചടപടേ നിങ്ങൾ പൊട്ടാൻ ഇങ്ങ് തുടങ്ങി. ഞാനിങ്ങ് നീങ്ങി നിൽക്കുവാണ് കേട്ടോ. ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ആകെപ്പാടെ കടുകിടെ പാട് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതുപോലെ തന്നെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി അത് ഇട്ട് കൊടുത്തിട്ടോ. എന്നിട്ട് കുറച്ചുകൂടി ഇങ്ങനെ ലോങ്ങ് നിൽക്കുവാണേ. പച്ചമുളകുടെ കുരുവും തെറിക്കും കേട്ടോ. ഇതൊക്കെ എന്താ പറയുന്നേ, ഇതൊക്കെ ഒന്ന് ചെയ്യുമ്പോൾ എന്താ അങ്ങനെ തന്നെയാണ്, ലോങ്ങേ നിൽക്കത്തുള്ളൂ. പച്ചമുളകിൻ്റെ കുരുവൊക്കെ ഇങ്ങനെ ചടപടേന്ന് തെറിക്കാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നീങ്ങി നിന്നിട്ടെല്ലാം ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് വേഗം ഒന്ന് അങ്ങ് ഇളക്കി കൊടുക്കും കേട്ടോ. വെളുത്തുള്ളി കുറവായിരുന്നു, അപ്പോൾ 2 വെളുത്തുള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങ് കുഞ്ഞു അതും കൂടി അതിൽ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് കാണുന്നില്ല കേട്ടോ, കുഞ്ഞതാണ്. അപ്പം അങ്ങനെ അതെല്ലാം കടുകെല്ലാം വാർത്ത് പരിപ്പിലിട്ട് കേട്ടോ. എല്ലാം സെറ്റാക്കി. തക്കാളി, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ടിട്ടോ. അതുപോലെ തന്നെ ഇച്ചിരി മുളക് പൊടി ഇടണം കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അത് ഇച്ചിരി സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടോ. നല്ല മണം ഉണ്ടാകും സാമ്പാർ പൊടി ഇട്ട് കൊടുത്താൽ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു.
പരിപ്പ് റെഡി ആയി കഴിഞ്ഞിട്ട് വാവൂസ് അവിടെ നിന്നിട്ട് മണം അങ്ങ് സഹിക്കാൻ പറ്റാതെ നിൽക്കുമോ, വേഗം ഫുഡ് ഇതാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഫുഡെല്ലാം എടുക്കുവാണേ. ആ ഫസ്റ്റ് എടുക്കുന്ന കിണ്ണം വന്ന് എൻ്റെ കിണ്ണം, എനിക്ക് എടുക്കുന്ന കേട്ടോ. ഈ 2 കിണ്ണം കുഴിയുള്ള കിണ്ണം വന്നിട്ട് അമ്മയുടെയാണ് കേട്ടോ, അമ്മയുടെയും വാവൂസിനും. അപ്പം അങ്ങനെ നമ്മൾ ഫുഡെല്ലാം അമ്മയ്ക്കും വാവൂസിനൊക്കെ എടുക്കുവാണ് കേട്ടോ. വാവൂസിന് പരിപ്പ് കറി എന്ന് വെച്ചാൽ ഒത്തിരി ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒത്തിരി ഇഷ്ടമാണ്. വേറെ ഒരു കറിയും വേണ്ട, പരിപ്പ് കറി 3 നേരം കൊടുത്താലും കഴിക്കുന്ന ഒരാളാണ് വാവൂസ് കേട്ടോ. എനിക്കിഷ്ടം തന്നെ, അമ്മയ്ക്ക് ഇഷ്ടം തന്നെ, പക്ഷെ അച്ഛന് അത്ര ഇഷ്ടമല്ല കേട്ടോ. അത് അത്ര ചപ്പെന്നുള്ള പോലത്തെ കറിയല്ല, അതുകൊണ്ട് അച്ഛന് വലിയ ഇഷ്ടമല്ല. അച്ഛൻ 1 നേരം എല്ലാം കഴിക്കും, പിന്നെ 3 നേരമൊന്നും കഴിക്കത്തില്ല. നമ്മുടെ വാവൂസ് പുലിയല്ലേ, 3 നേരം കൊടുത്താൽ ഇങ്ങ് കഴിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ പരിപ്പ് കറിയെല്ലാം സെറ്റാക്കി കഴിഞ്ഞ് നല്ല മണമുണ്ട് കേട്ടോ. എനിക്ക് ചിലപ്പോൾ 2 ട്രിപ്പൊക്കെ ചോറ് എടുക്കാൻ ചാൻസ് ഉണ്ട്, പരിപ്പ് കറി ആയതുകൊണ്ട് കേട്ടോ. അമ്മ പിന്നെ ഒരിക്കലൊക്കെ എടുക്കത്തുള്ളൂ. വാവൂസ് 2 ട്രിപ്പ് മേടിക്കും, പരിപ്പ് കറി ആയതുകൊണ്ട്. വേറെ കറിയാണെങ്കിൽ കൂടി അതേ എടുക്കത്തില്ല. പിന്നെ വാവൂസിന് കഷ്ണങ്ങളൊന്നും പച്ചക്കറിയൊന്നും ഇഷ്ടമല്ല കേട്ടോ. പച്ചക്കറി കൊടുത്താലെല്ലാം മാറ്റി മാറ്റി ഇടുന്ന ഒരാളാണ് വാവൂസ്. അപ്പോൾ അതാട്ടെ എനിക്കും എടുത്ത് കഴിഞ്ഞിട്ട് അപ്പോൾ 3 കൂടെ ഒരുമിച്ച് പുറത്തിരുന്നിട്ട് ഫുഡ് കഴിക്കുന്നിട്ട്. അമ്മ വാവൂസെല്ലാം പുറത്തുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതൊരു കൊച്ചു വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് എല്ലാം തരണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഡേ മൈ ലൈഫ് ഇങ്ങനത്തെ കൊച്ചു കൊച്ചു വീഡിയോസൊക്കെ വരാൻ പറ്റത്തുള്ളൂ. നമുക്ക് വേറെ വീഡിയോസ് എടുക്കാനൊന്നും പുറത്ത് പോകുന്ന സാഹചര്യം സിറ്റുവേഷനൊന്നും അല്ല കേട്ടോ. അതുകൊണ്ട് കൂടുതലായിട്ട് ഇങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ടും